നമസ്കാരം. നാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം 100 ധ്യാനങ്ങൾ. ധ്യാതാവ് ഗുരു നിത്യചൈതന്യയതി. ധ്യാനം 67. ഗണനയിൽ നിന്നു കവിഞ്ഞതൊന്ന് സാധാരണം, ഇവ രണ്ടുമൊഴിഞ്ഞൊരന്യരൂപം നിലവിലുമില്ല. ഇതു നിദ്രയെങ്കിലും മേലിന നഗരത്തിലും എങ്ങുമില്ല നൂനം. ഓരോ ദിവസവും എന്തെല്ലാം അനുഭവങ്ങളാണ് ഒന്നിനെ തുടർന്ന് ഒന്നായി വരുന്നത്. അതോരോന്നും എപ്പോഴുണ്ടായെന്നും എങ്ങനെയുണ്ടായെന്നും നമുക്കറിയാം. ആ അനുഭവത്തിൽപ്പെടുന്ന വസ്തുക്കൾ, ആളുകൾ, വസ്തുതകൾ എന്നിവകളെയെല്ലാം സംബന്ധിക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് സൂക്ഷ്മ നിരീക്ഷണം കൊണ്ടും കണക്കുകൂട്ടലുകൊണ്ടും പലമാതിരി അനുമാനങ്ങൾ കൊണ്ടും മനസ്സിലാക്കുവാൻ കഴിയും. മുമ്പുണ്ടായത് പലതും എന്ന്, എങ്ങനെ, ഏത് തരത്തിലുണ്ടായെന്നും, ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതിൽ ഒട്ടേറെ കാര്യങ്ങൾ ഏത് സ്വഭാവത്തോടു കൂടിയതാണെന്നും, ഇനി എന്തെല്ലാം എങ്ങനെയെല്ലാം വരാൻ പോകുന്നു എന്നും നമുക്ക് ഏറെക്കുറെ ഊഹിക്കാം. എന്നാൽ ഇതിൻ്റെ എല്ലാം പിന്നിലായി, ഇതിനെല്ലാം അതീതമായി, ഒരു തരത്തിലും ഖണ്ഡിതമായി ഉറപ്പിക്കാൻ കഴിയാത്ത വേറൊരു സത്യം കൂടി ഉള്ളതായി നാം അറിയുന്നുണ്ട്. ആദ്യം പറഞ്ഞത് സാധാരണമായ അറിവാണ്. രണ്ടാമത് പറഞ്ഞത് ഗണനയിൽ നിന്നും കവിഞ്ഞതാണ്. ആത്മീയമായ അന്വേഷണത്തിലേക്ക് തിരിയുന്നവരിൽ ചിലർ ഇവിടെ കാണുന്നതെല്ലാം സർവ അബദ്ധം, ശരിയായത് കണ്ടെത്താൻ ചില പ്രത്യേക അനുഷ്ഠാനത്തിൽ മുഴുകണം എന്ന് വിചാരിക്കുന്നു. ചിലർ അത് ദൂരെ എവിടെയോ പോയി അന്വേഷിക്കേണ്ടതാണെന്ന് കരുതി വീട് വിട്ട് ബഹുദൂരം യാത്ര ചെയ്യുന്നു. ചിലർ ഉള്ളിലേക്ക് തിരിഞ്ഞ് അവരുടെ ബുദ്ധിയെ മഥിക്കുന്നു. മറ്റു ചിലർ സ്വപ്നലോകത്ത് വല്ല മയക്കുമരുന്നും ഉപയോഗിച്ച് ദർശനങ്ങൾ വല്ലതും കാണാൻ വഴിയുണ്ടോ എന്ന് അന്വേഷിക്കുന്നു. ഈ ശരീരം വിട്ട് ആകാശഗമനം ചെയ്ത് വേറൊരു ലോകത്തിൽ പോയി സത്യം കണ്ടെത്താമെന്ന് വിചാരിക്കുന്നവരും ഇല്ലാതില്ല. ഇതെല്ലാം ഏറെക്കുറെ അയുക്തമായ സമീപനമാണെന്ന് പറയേണ്ടതില്ല. സാധാരണം എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ വ്യവഹാരത്തിൻ്റെ ലോകമാണ്. അവിടെ വസ്തുക്കളുടെ ഗുണദോഷങ്ങൾ വിവേചനം ചെയ്യുവാനുള്ള മാനദണ്ഡങ്ങളുണ്ട്. പ്രാകൃതികമായ വ്യവഹാരങ്ങളെ ഭരിക്കുന്ന പ്രകൃതിയുടെ നിയമങ്ങൾ അലംഘനീയമാണ്. അവയെ ആദരിക്കുകയേ നിവൃത്തിയുള്ളൂ. സാമൂഹ്യ ജീവിതത്തിൽ പല വ്യവസ്ഥകളും താരിപ്പുകളും മനുഷ്യ നിർമ്മിതമായ നിയമങ്ങളും കീഴ്വഴക്കങ്ങളുമുണ്ട്. അവയെല്ലാം സാപേക്ഷികമായി അംഗീകരിക്കാവുന്നതോ ചോദ്യം ചെയ്യാവുന്നതോ തിരുത്താവുന്നതോ ആണ്. ആ കണക്കുകൂട്ടലുകൾക്കും അനുമാനങ്ങൾക്കും നിരൂപണങ്ങൾക്കും നിശിതമായ വിമർശനങ്ങൾക്കും ആസ്വാദനങ്ങൾക്കുമെല്ലാം വളരെ പ്രസക്തിയുണ്ട്. ഇതിൽ നിന്നെല്ലാം ഭിന്നമായതാണ് അപ്രമേയമെന്ന് വിശേഷിപ്പിച്ചു പോരുന്ന പരമ്പൊരുൾ. അതിനെ ബുദ്ധി കൊണ്ട് അളക്കാവുന്നതല്ല. അതിനായി
നിയോഗിക്കപ്പെടുന്ന മനസ്സും വാക്കും അതിൽ നിന്നും പിന്തിരിയുന്നതായി ഉപനിഷത്തുകളിൽ പറയുന്നു. സാധാരണമായ ലോകത്തെയും ഗണനയിൽ നിന്നു കവിഞ്ഞ സത്യത്തെയും നാം ജീവിതത്തിൽ എങ്ങനെ ഇണക്കിച്ചേർക്കും? ഗണനയിൽ നിന്ന് കവിഞ്ഞതാണ് സാധാരണമെന്ന് പറയുന്ന ലോകത്തിൻ്റെ അധിഷ്ഠാനം. നാമരൂപാദികൾ വെച്ച് നോക്കുമ്പോൾ ഒന്നിനോടും ഉപമിക്കാൻ കഴിയാത്തതിനാൽ അതിനെ അനുപമേയമെന്നും അപ്രമേയമെന്നും പറയാം. ആ അർത്ഥത്തിൽ തന്നെയാണ് പരിശുദ്ധ ഖുറാനിൽ പരമ്പൊരുളിനെ അല്ലാഹ് എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അല്ലാഹുവിൻ്റെ നാമം ഉച്ചരിക്കുമ്പോഴൊക്കെയും അതോടൊപ്പം കാരുണികനും പരമദയാലുവും എന്നുകൂടി ചേർത്ത് പരമ്പൊരുളിനോടുള്ള വിധേയത്വം ഭക്തിപൂർവം പ്രകടിപ്പിക്കുന്നുണ്ട്. വ്യവഹാരക്ഷമമായ സത്യത്തിനും ധർമ്മത്തിനും അടിസ്ഥാനമായിരിക്കുന്നത് യാതൊന്നാണോ അതിനെയാണ് എപ്പോഴും വ്യവഹാരത്തോട് സമന്വയിച്ചുകൊണ്ടുതന്നെ അറിയേണ്ടതെന്ന് 63-ാം പദ്യത്തിൽ പറഞ്ഞിരിക്കുന്നു. 64-ാം പദ്യത്തിൽ അതിവിശദസ്മൃതിയാൽ വെളിവാകുന്ന അതീത വിദ്യാനിധിയായി എടുത്തു പറഞ്ഞിരിക്കുന്നതും ഗണനയിൽ നിന്ന് കവിഞ്ഞതെന്ന് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്ന അറിവിനെ തന്നെയാണ്. അതിനെ 65-ാം പദ്യത്തിൽ അപൂർവമായി മാത്രം അറിയാറുള്ള അതിരറ്റതായ അരുമയെന്ന് പറഞ്ഞിരിക്കുന്നു. 66-ാം പദ്യത്തിൽ അതിനെ വരവറ്റു നിൽക്കുന്ന ഏകമായ സത്യമെന്ന് വിളിച്ചിരിക്കുന്നു. വ്യവഹാരത്തെ തന്നെ പരമാർത്ഥത്തിൻ്റെ സാക്ഷാത്കാരത്തിന് സാധനമാക്കുന്നതിന് പല ഉദാഹരണങ്ങളും പറയാം. ഒരു സംഗീതജ്ഞനെ എടുക്കുക. സംഗീതത്തിൽ തന്നെ അയാൾ തൻ്റെ സകല ശ്രദ്ധയും അർപ്പിച്ചുകൊണ്ട് ഓരോ നിമിഷവും നാദലയത്തിൽ കൂടി ശബ്ദബ്രഹ്മത്തിൻ്റെ പരമകോടിയിലേക്ക് പറന്നുയർന്ന് അത് നൽകുന്ന അവാച്യമായ ആനന്ദത്തിൽ ലയിച്ച് അതുതന്നെ ആയിത്തീരണമെന്ന് ആഗ്രഹിക്കുന്നു. ആനന്ദം തന്നെയാണ് ആത്മാവ്. അതിനെ ബ്രഹ്മം എന്ന് ധ്യാനം കൊണ്ട് അറിയേണ്ടതാണ്.